ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഇച്ചാപ്പി ദ വേൾഡ്. ഒരു എണ്ണാൻകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള അതിമനോഹരമായിട്ടുള്ള കോമ്പിനേഷൻ. നമ്മളെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ചാനലിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ആ അണ്ണാൻകുട്ടി തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ ആ ചെറിയ ചെറിയ കുസൃതികളും കളിചിരികളും അണ്ണാൻകുട്ടിയെ ഭക്ഷണം കൊടുക്കണതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ ആ ചാനൽ വളർന്നു. തുടക്കത്തിൽ ആ ചാനൽ ഏറ്റവും മോശം ജീവിത സാഹചര്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഒരു ചെറിയ കുടിൽ, ആ കുടിലിൽ വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും നിറചിരിയുമായിട്ടുള്ള ശ്രീലക്ഷ്മി. പിച്ചാപ്പി ദ വേൾഡ് വളരെ ഫേമസ് ആയി. ശ്രീലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറി. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കുട്ടിയുടെ ചിരി തന്നെയാണ്. എന്തായാലും ഈ ചിരിയിലൂടെ ആ കുട്ടി സമൂഹത്തിലെ ഉന്നത സെലിബ്രിറ്റികളുമായിട്ടുള്ള ആത്മാർത്ഥ സൗഹൃദം ഉണ്ടാക്കിയിരുന്നു. വെളിമാടി ആ കുട്ടിയുടെ വിവാഹത്തിന് സാരിയും ആഭരണങ്ങളൊക്കെ സ്പോൺസർ ചെയ്തത് അവർ തമ്മിൽ ഏറ്റവും നല്ല സൗഹാർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഈ പോസിറ്റിവിറ്റി അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വിവാഹത്തിലൂടെയാണ്. അവർ ഇത്ര നാൾ സ്നേഹിച്ചിരുന്ന തൃശ്ശൂരുള്ള ഒരു പയ്യനുമായിട്ട് അവരുടെ വിവാഹം ഈയിടെ കഴിഞ്ഞു. വിവാഹാനന്തരം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ അവർ കാണിച്ചൊരു വീഡിയോ, അവരുടെ അമ്മായിയമ്മയായിട്ടുള്ള കെമിസ്ട്രി, അതന്നെയാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. എന്തായാലും ആ വീഡിയോ നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ചെയ്തോട്ടെന്നൊന്നുമല്ല, ഞാൻ ചെയ്യണ പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നത് സീരിയസ്ലി. ഞാൻ മേലാഴ്ച പറഞ്ഞു അമ്മേ, പക്ഷെ എനിക്ക് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫീലില്ല അല്ലേ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഫുള്ള് ഇവിടെ ഓടിച്ചാടി. എനിക്ക് മോള് മരുമോളെന്നുള്ളൊരു അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എനിക്ക് എപ്പോഴും എന്തോ ഒരു സന്തോഷമാണ്. ഇവിടെ എപ്പോഴും ഒരു പോസിറ്റീവാണ്. അത് ആരാ പറഞ്ഞ ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിതും എന്നും ഉണ്ടാവും. ചായ കുടിക്കാൻ മുന്നേ ചായ കുടിക്കാം. ശരിക്കും പറഞ്ഞാൽ ശ്രീലക്ഷ്മി ആ അമ്മയായിട്ട് ഭയങ്കര ബോണ്ടിങ് കാണിക്കുന്നുണ്ട് അല്ലേ? അതായത് എനിക്ക് ഈ അമ്മ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ലെവലാണെന്നൊക്കെ അവർ പരസ്പരം പുകഴ്ത്തുന്നുണ്ട്. പാചകത്തിൽ മോള് സഹായിക്കേണ്ട, ഇതൊക്കെ അമ്മ ചെയ്യാവുന്നതല്ല, എൻ്റെ കുഞ്ഞ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വളരെ വാത്സല്യത്തോടു കൂടി അമ്മായിയമ്മ പറയുന്നുണ്ട്. ഈ അമ്മായിയമ്മ മരുമകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഷീല എന്ന അമ്മയോട് മോഹൻലാലിനെ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നമ്മൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണ് നമ്മളുടെ ഇടയിൽ കിടന്ന് മേയുക, ഒരു ബന്ധമില്ലാത്ത ഒരു ചെക്കൻ വന്ന് അളിയോ എന്ന് നമ്മളെ വിളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചിലരുടെ മനസ്ഥിതി. അതായത് ബന്ധങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് അമ്മായിയമ്മ മരുമകൾ ഒരു വ്യക്തിയെ രണ്ട് ബന്ധങ്ങളിലൂടെ കാണുന്നവരാണ്. ഒന്ന് എൻ്റെ മകൻ, ഞാൻ വളർത്തി വലുതാക്കിയ മകൻ എന്നുള്ള അമ്മയുടെ അവകാശം, മറ്റേത് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഭാര്യ എന്നുള്ള നിലയിലുള്ള അവകാശം. അങ്ങനെ ഈ അവകാശ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ അമ്മായിയമ്മയും മരുമകളും പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും ശ്രീലക്ഷ്മിയുടെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് പുത്തനച്ചി പുരപ്പുറം തൂക്കും. പുതിയ മരുമകൾ ആദ്യം പുരപ്പുറം തൂക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും എന്നുള്ളതാണല്ലോ ചൊല്ല്. അതിൻ്റെ പ്രധാന അർത്ഥം തന്നെ ആ ആദ്യഘട്ടത്തിൽ മരുമകൾ വരുമ്പോൾ അവളുടെ നല്ല പേഴ്സണാലിറ്റിയുടെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രം പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പറയും, ഈ വക സ്വഭാവമൊന്നും അവിടെ പോയി എടുക്കരുത്, ഇതൊന്നും അവിടെ ചെയ്യരുത്, ഇതൊന്നും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ പെൺകുട്ടിയെ ഇവിടുത്തെ പെരുമാറ്റമല്ല അവിടെ വേണ്ടത് എന്ന് ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് വിടുന്നത്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യുക? ഇനി തുടക്കത്തിൽ ഇവരെൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയേണ്ട വെച്ചാൽ നല്ല സ്വഭാവം, ഡീസൻറ്റ്, അവളുടെ നല്ല ഫേസ് ആയിരിക്കും അവൾ ആദ്യം കുറച്ച് നാൾ കാണിക്കുക. പിന്നെ 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 മനുഷ്യൻ്റെ ആ നാച്ചുറലായിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് ചാടും. അപ്പോൾ പിന്നെ അവൾ മരുമകളാവും, മറ്റേത് അമ്മായിയമ്മയാവും. യൂറോപ്യൻ കൺട്രികളിലൊന്നും അവർ ആദ്യമേ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ലൈഫ്, ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞാൽ തന്നെ വേറെ വീടെടുത്തിട്ടുണ്ടാവും, അവരുടെ പാരൻസ് തന്നെ വേറെ ജീവിക്കുന്നുണ്ടാവും, മക്കളുമായിട്ട് യാതൊരു വക ബന്ധം ഉണ്ടാവില്ല. ഒക്കേഷണലി എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും അവർ പരസ്പരം വിരുന്നുകാരുടെ പോലെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭർത്താവിൻ്റെ പാരൻസ് എന്നുള്ളൊരു ബഹുമാനം അങ്ങോട്ടും, ഇപ്പുറത്ത് തൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ളൊരു ബഹുമാനം ഇങ്ങോട്ടും ഉണ്ടാവും. ഇവിടെ ഈ ബഹുമാനം മുഴുവൻ പോകുന്നത് കടന്നു വരുന്ന പെൺകുട്ടി ഒരുപാട് എനിക്കിങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടണം, എന്നെ എല്ലാവരും സ്വീകരിക്കണം എന്നുള്ള ഒരുപാട് സങ്കല്പങ്ങളുമായിട്ട് വരുന്നു. എന്നാൽ ഇവളാരാ ഇപ്പോൾ ഈ ഒരു ബന്ധമില്ലാതെ കടന്നു വന്നത്? ഞാൻ ഇത്ര നാൾ എൻ്റെ മകനെ കഷ്ടപ്പെട്ട് അമ്മ എന്നുള്ള നിലയിൽ ആ അമ്മയുടെ അവകാശം അവിടെ ഇങ്ങോട്ട് ഉയർന്നു പോകും. പല അമ്മമാരും ആ മരുമകളെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് പോലും തയ്യാറാവാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും കണ്ടില്ല, ഒരു മാസമാകുമ്പോഴേക്കും അവർ വാടകയ്ക്ക് പോയി, 2 മാസമാകുമ്പോഴേക്കും അവർ വാടകയ്ക്ക് പോയി എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു
കോൺട്രാഡിക്ഷൻ. പിച്ചാപ്പി വളരെ സ്നേഹപൂർവ്വം അമ്മായിയമ്മയെ പുകഴ്ത്തുന്നുണ്ട്. അമ്മായിയമ്മയാണെങ്കിൽ മോളെ നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നതല്ലേ എന്ന് വളരെ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് പോലെ. എന്തായാലും ഈ സ്ക്രിപ്റ്റൊക്കെ മാറി ഇത് ഒരു ഹൊറിബിൾ സ്ക്രിപ്റ്റ് ആവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആത്യന്തികമായിട്ട് എന്നും ഒരേ സാഹചര്യത്തിൽ വീഡിയോ പിടിച്ചിട്ടായിരിക്കില്ല അവരുടെ ജീവിതം. പിന്നെ ഒരുപാട് ചാനലുകാർ വളരെ സ്നേഹത്തോടുകൂടി അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം മരുമകളും ഭർത്താവും വന്ന് പറയാണ്, മരുമകളും മകനും വന്ന് പറയാണ്, ഞങ്ങൾക്ക് ഇനി ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾ അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഹത്ത് മുറിപ്പാടുമായിട്ട് 1 മണിക്കൂർ കരഞ്ഞ് വീഡിയോ ഇട്ട ഒരു ചരിത്രം നമ്മളുടെ ഫാമിലി വ്ളോഗേഴ്സിനുണ്ട്. അതുപോലെ തന്നെ അമ്മായിയമ്മയും വന്ന് പറയുന്നുണ്ട്, അവൻ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു അങ്ങനെ ദ്രോഹിച്ചു. അങ്ങനെ 2-3 ഫാമിലി ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. ബന്ധങ്ങളൊക്കെ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിലനിൽക്കണമെങ്കിൽ തുടക്കം തന്നെ ഒരുപാട് പുരപ്പുറം തൂക്കാതെ അതിൻ്റെ മീഡിയത്തിൽ നിൽക്കുക. അപ്പോൾ എന്നും ആ ബന്ധങ്ങളെ അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവുക. ഇത് ഭർത്താവിൻ്റെ അമ്മയാണ്, ഭർത്താവിന് അവരുടെയോടും കടമകളുണ്ട്, ഭർത്താവാണ്, അപ്പോൾ എന്നോടും കടമകൾ ഉണ്ടാവണം. അങ്ങനെ പരസ്പര ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നല്ലാതെ ഇതിൽ എന്തായാലും ഇച്ചാപ്പിക്ക് ഈ ബന്ധം ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നാളെ ഇതിന് വ്യത്യസ്തമായിട്ട് എൻ്റെ അമ്മായിയമ്മ ഭയങ്കര ദുഷ്ടത്തിയായിരുന്നു, അവരെന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കാനുള്ളൊരു ഇത് അവർ കാണിക്കേണ്ടത് ഈ പരസ്പര ബഹുമാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്നെയായിരിക്കണം. എന്തായാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞോ ഇത്രയൊന്നും ഓവർ ആവണ്ട, ഇതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ വരും തല്ലേ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിലുണ്ട്. ചാപ്പിക്ക് ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. അവരുടെ ആ പോസിറ്റിവിറ്റി ആ ഭർത്താവിൻ്റെ വീട്ടിലും ഒരു വെളിച്ചമായിട്ട് വരട്ടെ എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.